അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഒരു മാതൃകയായിട്ടുള്ളത്. ആ പരിശുദ്ധ ഖുർആനിനോട് നമ്മൾ കാണിക്കുന്ന അവഗണന നമ്മുടെ ഈമാനിൽ വളരെയേറെ പ്രത്യാഘാതം ചെലുത്തുമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയാന്തരങ്ങളിൽ ഈമാനുള്ള തഖ്വയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന അടയാളങ്ങൾ ബഹുമാനിക്കുവാനും ആദരിക്കാനും കഴിയുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യത്തിൽ ഖുർആനെ ബഹുമാനിക്കുന്നവർക്ക് ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഈയിടെയായിട്ട് പലതരത്തിൽ ഖുർആനിനോട് കാണിക്കുന്ന ബഹുമാനക്കേടുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഗിഫ്റ്റായിട്ട് പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നു. കൊറിയറുകൾ വഴി മറ്റു പല സാധനങ്ങൾക്കിടയിലായിട്ട് അത് വരുമ്പോൾ ഒരുപക്ഷേ നമുക്ക് അതിന് വേണ്ട മസാലകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ബഹുമാനക്കേട് കാണിക്കപ്പെടുന്ന രീതിയിൽ അത് ഉണ്ടാകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മഹാന്മാരാകുന്ന ഇമാമിങ്ങളെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രത്തോളമാണ് അവർ അതിനോട് കാണിച്ചിരുന്ന ആദരവുകൾ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാനിൻ്റെ പ്രഭ നമ്മിൽ നിന്നിങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കും. അതോടുകൂടെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, നമ്മുടെ മക്കൾ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞും പുതിയ അധ്യായ വർഷം ആരംഭിക്കാൻ ഈ സമയത്ത് വീട്ടിലുള്ള ഖുർആനുകളൊക്കെ 30 ജുസ്ഇന്റെ ഖുർആൻ ഉണ്ടെങ്കിൽ ആ ഖുർആന് മക്കൾ ഓതിപ്പിടിപ്പിച്ചാൽ പോലും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാറുണ്ട്, വീട്ടിൽ നിങ്ങൾക്ക് അത്തരം മുസ്ഹഫുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ മുസ്ഹഫുകൾ വാങ്ങരുത് എന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ വാങ്ങിയ ഖുർആൻ നമ്മൾ ഒരു വേളയെങ്കിലും ഓതി നോക്കാറുണ്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു നിങ്ങൾ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതില്ലേ? നമ്മുടെ വീടുകളിൽ എടുക്കാതെ ഭദ്രമായി കിടക്കുന്ന ഖുർആന്റെ കോപ്പികളുണ്ടെങ്കിൽ ആ ഖുർആനിനോട് നമ്മൾ അവഗണന കാണിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പാരത്രിക ലോകത്ത് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം കരുണയുള്ള ലോകത്തിന്റെ നേതാവ് തന്നെ പറയുന്നൊരു വാക്ക് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നില്ലേ? വഖാല റസൂലു ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചോനെ, എൻ്റെ സമുദായം ഈ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറിൽ അനുകൂലമല്ലാതെ സാക്ഷി പറയുന്ന ഹതഭാഗ്യരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ശ്രദ്ധിക്കണം. ഇത്തരം പുതിയ പുതിയ വെർഷനുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ആദരവുകൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവണതകളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കണമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊണ്ട് പ്രഭ തൂകുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.